തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിൽ പങ്കുചേർന്നപ്പോഴും മറ്റ് ആത്മീയ ശുശ്രൂഷകൾ പങ്കുചേർന്നപ്പോഴും സെഗിയോൺ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിച്ച ആയിരങ്ങൾക്ക് ദൈവം കൊടുത്ത അത്ഭുതങ്ങളെക്കുറിച്ച് നിരവധി വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് രണ്ടെണ്ണം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അച്ഛൻ കൊണ്ടുവരികയാണ്. ഇത് അന്നമ്മ മാത്യു ആണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകളുടെ മകന് 23.5 വയസ്സിൽ വായിൽ ഒരു പോളം ഉണ്ടാവുകയും ഒരു വലിയ കുമിള ഉണ്ടാവുകയും അത് പഴുത്താൽ വായിൽ കുഴി പോലെ വരികയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ വളരെ ശാരീരികമായി അവൻ തളരും. MSc പഠിക്കുമ്പോഴാണ് ഈ അസുഖം ആദ്യം ഉണ്ടായത്. അതിനുശേഷം സ്കൂളിൽ ജോലിക്ക് കയറി. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. സ്കൂളിൽ പോകാനോ ഒന്നും പഠിപ്പിക്കാനോ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. 2 കൊല്ലം ഇങ്ങനെ പോളം ഉണ്ടാവുകയും പഴുക്കുകയും അതിനെ തുടർന്ന് വളരെ കഷ്ടത്തിലകപ്പെടുകയും ചെയ്തു. ഇതിനിടയിൽ പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു നോക്കി, ഒന്നും ഗുണപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് TV-യിലുള്ള അട്ടപ്പാടി ധ്യാനത്തെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ TV-യിലുള്ള അട്ടപ്പാടി ധ്യാനത്തോട് ചേർന്ന് മുട്ടിപ്പായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ കണ്ടു. എൻ്റെ മകളുടെ മകനിൽ നിന്ന് ആ രോഗം പൂർണ്ണമായി വിട്ടുപോയി. ഇപ്പോൾ 1 കൊല്ലമായി തീരെ ആ രോഗം വന്നിട്ടില്ല. ആ രോഗം മാറിയതിനെ തുടർന്ന് ഞങ്ങൾ അട്ടപ്പാടി സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ടെലിവിഷനിലൂടെ ലോകത്തിന് നൽകുന്ന ദൈവവചന ശുശ്രൂഷകളിൽ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നി പ്രോഗ്രാമിലും എല്ലാ ശനിയാഴ്ചയും രാവിലെ 6:30 6 മണി തൊട്ട് 6:30 വരെയുള്ള മാറാനാത്ത വചന ശുശ്രൂഷ ജീവൻ TV-യിലും ഞങ്ങൾ പങ്കെടുക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതുപോലെ എല്ലാ രോഗികളെയും യേശു സുഖപ്പെടുത്തട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ രോഗം ഡോക്ടറെ കാട്ടിയപ്പോൾ അപൂർവം ചിലർക്ക് മാത്രം ഉണ്ടാകുന്ന രോഗമാണിതെന്നും ഇതിന് സൗഖ്യം അപൂർവമാണെന്നും ഡോക്ടർമാർ വിധി എഴുതിയിരുന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനത്തെ ഒരു രോഗമാണ് ടെലിവിഷൻ അട്ടപ്പാടി ധ്യാനത്തിൽ ടെലിവിഷനിൽ പങ്കെടുത്തപ്പോൾ സൗഖ്യം കിട്ടിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ശുശ്രൂഷയിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം. എൻ്റെ പേര് ജെസി, കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞിയിൽ താമസിക്കുന്നു. എനിക്ക് വേരിക്കോസ് വെയിൻ്റെ അസുഖമുണ്ട്. 2 തവണ ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം എൻ്റെ കാലിൽ ഒരു മുറിവുണ്ടായി. അതിൽ നിന്ന് വെള്ളമൊലിക്കുകയും ഭയങ്കര വേദന അനുഭവപ്പെടുകയും ചെയ്തു. 2 വർഷത്തോളമായി ഈ മുറിവ് പഴുത്തു, ഉണങ്ങാതെ വ്രണമായി നിന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടുകയും അവിടെ വെഞ്ചരിച്ച എണ്ണ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ കാലിലെ 2 വർഷമായി ഉണങ്ങാതെ ഉണ്ടായിരുന്ന ആ പഴുപ്പും വ്രണവും പൂർണ്ണമായും കരിഞ്ഞ് ഉണങ്ങിപ്പോയി. പിന്നെ ഇന്ന് വരെ ആ മുറിവ് അലട്ടിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഈ നിമിഷങ്ങളിൽ വചന ശുശ്രൂഷകൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവം ചെയ്യും. ഒരുപക്ഷെ സാമ്പത്തികമായി തകരുന്നൊരു കുടുംബമായിരിക്കാം, ഒരുപക്ഷെ എപ്പോഴും വഴക്കും വക്കാണവും നിറഞ്ഞൊരു കുടുംബമായിരിക്കാം, ഒരുപക്ഷെ എവിടെ ചെന്നാലും ഒരു മേൽഗതിയില്ലാത്തൊരവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കാം, ഒരുപക്ഷെ എപ്പോഴും മാത്സര്യം തോന്നുന്നൊരു പ്രകൃതമായിരിക്കാം, ഒരുപക്ഷെ എപ്പോഴും കോപിഷ്ഠനാകുന്നൊരു വ്യക്തിയായിരിക്കാം, ഒരുപക്ഷെ എപ്പോഴും ദ്രവ്യാഗ്രഹത്തിൻ്റെയും ജടിക പാപത്തിൻ്റെയും പിടിയിലമരുന്നൊരു വ്യക്തിയായിരിക്കാം, മദ്യപാനായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നം. എൻ്റെ മകനെ, എൻ്റെ മകളെ, യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
നിങ്ങൾ ഈ പാപത്തിൽ തകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. യേശു ക്രിസ്തു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം 34:18 പഠിപ്പിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇപ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന്, ഇപ്പോൾ നീ കിടക്കുന്ന കിടക്കയിൽ കിടന്ന്, ഒരുപക്ഷെ നീ രോഗിയായിരിക്കാം, കിടപ്പ് രോഗിയായിരിക്കാം, കിടക്കുന്ന കിടക്കയിൽ കിടന്ന് കരങ്ങൾ ഉയർത്തി രക്ഷിതാവിൻ്റെ നാമം വിളിക്കുക, യേശുക്രിസ്തുവിൻ്റെ നാമം വിളിക്കുക. നീ വിളിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു അത്ഭുതമുണ്ട്. കരങ്ങൾ ഉയർത്തുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ വിളിക്കുന്ന കർത്താവേ, ഇപ്പോൾ കിടപ്പ് രോഗികളായിരിക്കുന്നവർ ദൈവശക്തി വ്യാപരിക്കും. ഓ ദൈവമേ, മനമിടിഞ്ഞ് ഹൃദയം തകർന്ന് ശരീരത്തിൽ രോഗികളായി കുടുംബത്തിൽ തകർന്നിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിച്ച് സാത്താന്യ കോട്ടകൾ തകർന്ന് അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, ആരാധന. ഓ കർത്താവെ, കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ, യുവതിവാക്കന്മാരെ സ്പർശിക്കണമേ. ആത്മീയ ശുശ്രൂഷകളുടെ വൈമുഖ്യം, ആത്മീയ ശുശ്രൂഷകളുടെ വൈരാഗ്യം, ആത്മീയ ശുശ്രൂഷകളുടെ താല്പര്യമില്ലായ്മ, ഒരു മടുപ്പ്, മന്ദത യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവെ, കൃപയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ കർത്താവെ, കൃപയുടെ ആത്മാവ് വ്യാപരിക്കട്ടെ. നഷ്ടപ്പെട്ട ആത്മീയാഭിഷേകങ്ങളെല്ലാം തിരികെ ലഭിക്കട്ടെ. സഭാപ്രസംഗൻ 3:15 നഷ്ടപ്പെട്ട ഓരോന്നും യഥാകാലം അവിടുന്ന് തിരികെ നൽകും. ഈ വചനപ്രകാരം മക്കൾക്ക് നഷ്ടപ്പെട്ട ആത്മീയ ഉണർവ്, ആത്മീയ അഭിഷേകങ്ങൾ വീണ്ടും നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ ശുശ്രൂഷ രംഗത്തേക്ക് അച്ഛനെ ദൈവമായ കർത്താവ് കൈപിടിച്ച് നടത്തിയിട്ട് ഇത് 14ാമത്തെ വർഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴിഞ്ഞ 14 വർഷങ്ങളിൽ ദൈവത്തിൻ്റെ വിവിധ വിധത്തിലുള്ള ഇടപെടലുകൾ ഈ അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. വാത്സല്യത്തോടെയുള്ള ഇടപെടലുകൾ, വലിയ കാരുണ്യത്തോടുള്ള ഇടപെടലുകൾ, മഹാശക്തിയോടുള്ള ഇടപെടലുകൾ, വലിയ മഹത്വത്തോടെയുള്ള ഇടപെടലുകൾ, പ്രതാപത്തോടെയുള്ള ഇടപെടലുകൾ, ഇങ്ങനെ ദൈവത്തെ 1000 വിധത്തിൽ ദൈവമായ കർത്താവ് ഈ ചുരുങ്ങിയ കാലത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം അത്യധികം വേദനയോടെ അച്ഛനോട് ഇടപെട്ടിട്ടുള്ള രംഗങ്ങൾ അച്ഛൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ അച്ഛൻ്റെ മനസ്സിലായൊരു കാര്യമുണ്ട്. എപ്പോഴൊക്കെ മറ്റുള്ളവരോട് അമിതമായ കോപം തോന്നിയോ, എപ്പോഴൊക്കെ മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കുകയും ക്രോധത്തോടും ദേഷ്യത്തോടും കൂടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ടോ, അപ്പോഴെല്ലാം ദൈവം ഒരുപാട് വേദനയോടെയാണ്, ഒരുപാട് വേദനയോടെയാണ് ഇടപെടുന്നതായിട്ടാണ് അച്ഛന് കഴിഞ്ഞ 14 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് മനസ്സിലായത്. അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് അച്ഛനൊരു സംഭവം മനസ്സിലാക്കി. ഒരു വ്യക്തിയുടെ ദൈവകൃപയുള്ള വളർച്ചയ്ക്ക് അങ്ങേയറ്റം തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോപം, ക്ഷിപ്രകോപം, ശുണ്ഠി, അരിശം, എടുത്തുചാട്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു സംഭവം ദൈവമായ കർത്താവിൻ്റെ വചനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇടയ്ക്കിടയ്ക്കൊക്കെ കോപിക്കുന്നതിന് തെറ്റുണ്ടോ? അത്യാവശ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അത്യാവശ്യം ഉത്തരവാദിത്തപ്പെട്ട ഒരു കുടുംബനാഥൻ നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോപിക്കുന്നതിൽ തെറ്റുണ്ടോ? അതിൽ തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൽ 30-ാമത്തെ വാക്യം. പ്രഭാഷകൻ 27 അതിൽ 30. നീ ആര് തന്നെ ആയാലും ഇത് ശ്രദ്ധിക്കണം. പ്രഭാഷകൻ 27:30. കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അത് എപ്പോഴും ദുഷ്ടനോട് കൂടെയുണ്ട്. അത് ദൈവാത്മാവിൻ്റെ ഒരു സ്വഭാവമല്ല, അത് ദൈവികമായ ഒരു കാര്യവുമല്ല, അത് ദുഷ്ടതയുടെയും അന്ധകാരത്തിൻ്റെയുമായ ഒരു സംഭവമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സകല മർത്യർക്കും വേണ്ടി വെളിപ്പെടുത്തുന്ന ദൂതാണ് പ്രഭാഷകൻ 27:30. കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അത് കഠിനമായ ഒരു ബന്ധനമാണ്. അതിനൊരു സംഭവം നിങ്ങളോട് പറയാം.
മദർ തെരേസയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമായിട്ട് ഒരു പുസ്തകത്തിൽ അച്ഛൻ വായിച്ചിട്ടുള്ളതാണ്. മദർ തെരേസ ഒരു ദിവസം അതിവേഗം തൻ്റെ വാഹനം ഓടിച്ച് കൽക്കട്ടയിലുള്ള ഒരു തെരുവിലൂടെ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചേരി പ്രദേശത്തു കൂടെ മുന്നോട്ട് പോകുമ്പോൾ വാഹനം വളരെ വേഗത കുറഞ്ഞ് പതുക്കെ തിരക്കുള്ള റോഡിലൂടെ പതുക്കെ പോവുകയാണ്. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ ചേരിയുടെ മാലിന്യങ്ങൾ തട്ടിയിട്ടിരിക്കുന്ന ഭാഗമാണ്, ദുർഗന്ധമുണ്ട്. ആ മദർ തെരേസ ആ ചേരിയുടെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ആ വേസ്റ്റ് ലാൻഡിലേക്ക് നോക്കി ഇങ്ങനെ വണ്ടിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ചേരിക്ക് ഈ വേസ്റ്റിനകത്ത് കടന്ന് എന്തോ ഇളകുന്നത് പോലെ മദർ തെരേസ ശ്രദ്ധയപ്പെട്ടു. ഉടനെ വാഹനം നിർത്താൻ പറഞ്ഞു. മദർ തെരേസ ഇറങ്ങി ആ വേസ്റ്റ് കടലാസുകളും ആ ഇലകളും ഇതെല്ലാം വലിച്ചു മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് അസ്ഥിക്കോലം പോലുള്ള ഒരു മനുഷ്യൻ കിടക്കുന്നു. മദർ തെരേസ കോരിയെടുത്തു. ഒരു പടുവൃദ്ധയാണ്. ആ വൃദ്ധയെ കോരിയെടുത്ത് മദർ തെരേസ മാറോട് ചേർത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി. മദർ ആ വേസ്റ്റ് കൂട്ടിയിരുന്ന സ്ഥലത്ത് കണ്ടത് ചെവിയിലും വായിലും ശരീരത്തിലെല്ലാം വലിയ കറുത്ത കട്ടനുറുമ്പുകൾ കടിക്കുന്ന ഒരു പടുവൃദ്ധയാണ്. എലിയെല്ലാം കാലെ കയറി കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കൈയും കാലോട്ട് ഈ പടുവൃദ്ധ അടിക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോഴാണ് അനക്കമാണ് മദർ വണ്ടിയിലിരുന്ന് കണ്ടത്. മദർ എന്നെ കോരിയെടുത്ത് ആശ്രമത്തിൽ കൊണ്ടുവന്ന് അതിനൊത്തിരി സ്നേഹത്തോടെ പരിചരിച്ച്. അപ്പോൾ മദറിനൊരു കാര്യം മനസ്സിലായി, ഇത് മരിക്കാൻ പോവുകയാണ്, മരിക്കാൻ വേണ്ടിയുള്ള വെപ്രാളമാണ് ഈ കാണിക്കുന്നത്. മദർ അതിനെ ശരിക്കും കുളിപ്പിച്ച് അതിൻ്റെ ചെവിയും വായും അതിൻ്റെ കൈകളും അതിൻ്റെ ശരീരവും കാലെല്ലാം വൃത്തിയായി കഴുകി വെട്ടിപ്പാക്കി ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുക്കുകയാണ്. ആ നല്ല മരണത്തിന് വേണ്ടി ഈ പടുവൃദ്ധ ഒരുക്കുന്ന സമയത്ത് ഈ പടുവൃദ്ധ എപ്പോഴും ഇങ്ങനെ പല്ലില്ലാത്ത വായും കൊണ്ട് എന്തോ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മദർ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടത്, ഞാൻ അവനോട് ക്ഷമിക്കില്ല, ഞാൻ മരിച്ചാലും അവനോട് പ്രതികാരം ചെയ്യും, ഞാൻ മരിച്ചാലും അവനോട് പ്രതികാരം ചെയ്യും. ഇതാണ് ഈ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതികഠിനമായ കോപമാണ് ആ മുഖത്തും വാക്കുകളിലും നിറഞ്ഞ്. ഞാൻ മരിച്ചാലും അവനോട് പ്രതികാരം ചെയ്യും. ഉടനെ ഈ ആരാണ് ഈ അവനെന്ന് മദർ തെരേസയ്ക്ക് മനസ്സിലായില്ല. മദർ തെരേസ ആശ്വസിപ്പിച്ചിട്ട് പതുക്കെ ചോദിച്ചു, ഈ അവനെന്ന് പറഞ്ഞ ആരാണ്? അപ്പോഴാണ് ഈ അമ്മൂമ്മയുടെ ജീവിതത്തിലെ വലിയൊരു വേദന ആ അമ്മൂമ്മ ഞെരങ്ങി മൂളി മുരങ്ങി പറഞ്ഞത്. ഈ അമ്മൂമ്മയ്ക്ക് ആകെ ഒറ്റ കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുട്ടിയെ പൊന്നോമനെ പോലെ വളർത്തി. ചെറുപ്പത്തിൽ അപ്പം മരിച്ചുപോയി. പിന്നെ ഈ ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഈ അമ്മൂമ്മ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത്. അവനെ പഠിപ്പിച്ച് അവനെ വലുതാക്കി. അവൻ കൽക്കട്ടയിൽ വലിയൊരു ഉദ്യോഗസ്ഥനായി മാറി. അങ്ങനെ ഒരു നല്ല പ്രതാപിയെ നിൽക്കുമ്പോൾ അവനെപ്പോലെ പ്രതാപത്തിലുള്ള മറ്റൊരു ലേഡിയെ അവൻ വിവാഹം ചെയ്ത് അങ്ങനെ അവരുടെ കുടുംബജീവിതം ആരംഭിച്ചു. ഇപ്പോൾ ഈ അമ്മയ്ക്ക് വയസ്സായി, അമ്മൂമ്മയായി, പല്ലു കൊഴിഞ്ഞു, ബോധം നഷ്ടപ്പെട്ട് പിച്ചുമ്പയൊക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ പരിഷ്കാരിയായ വീട്ടമ്മയ്ക്ക്, ആ പുതിയ കുടുംബിനിക്ക്, ഇന്ന് മകൻ്റെ ഭാര്യയ്ക്ക് ഈ അമ്മൂമ്മയെ വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. ഈ വാർദ്ധക്യത്തിൻ്റെ പീഡ സഹിക്കുന്ന, വാർദ്ധക്യ സഹജമായ ബലഹീനത അനുഭവിക്കുന്ന ഈ അമ്മൂമ്മയുടെ മാലിന്യങ്ങൾ എടുക്കാനോ വിസർജ്യം കോരാനോ അത് തുപ്പിയിടുന്നത് കോരിക്കളയാനോ അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അത് മേശപ്പുറത്തെല്ലാം വീഴ്ത്തുന്നത് സഹിക്കാനോ ഇതൊന്നും ഈ പുതിയ കൊച്ചമ്മയ്ക്ക് പറ്റണില്ല. കൊച്ചമ്മ പറഞ്ഞു, ഈ നാശം പിടിച്ചത് വീടെല്ലാം വൃത്തികേടാക്കുന്നു, ഈ നാശം പിടിച്ചത് മേശപ്പുറം എല്ലാം വൃത്തികേടാക്കുന്നു, രാത്രിക്ക് ഉറങ്ങാൻ സൗകര്യം തരുന്നില്ല, ജോലിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് ഇതിന് നേരെ കുറ്റം ആരോപിച്ച് ഭർത്താവിൻ്റെ സ്വൈര്യം കെടുത്തി അവസാനം ഭർത്താവ് രണ്ടും കൽപ്പിച്ച് ഒരു കൊടുംകൃത്യം ചെയ്തു. ഈ അമ്മൂമ്മയെ എൻ്റെ വണ്ടിക്കകത്ത് കയറ്റി ദൂരെ ഒരു വിജന പ്രദേശത്ത് കൊണ്ട് തട്ടിയിട്ട് പോയി. അവിടെ നിന്ന് എലി കടിക്കുമ്പോഴും ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ആ വേസ്റ്റിൽ കടന്ന് കൈയും കാലിട്ട് അടിക്കുമ്പോഴാണ് മദർ ഈ അമ്മമ്മയെ കണ്ടെത്തി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ അമ്മൂമ്മയോട് കോപം അരുത്, ക്ഷമിക്ക്, പ്രതികാരം പാടില്ല എന്നൊന്നും പറഞ്ഞാൽ കയറാത്ത അവസ്ഥയാണ്. ഈ അമ്മൂമ്മ പറഞ്ഞാൽ മരിച്ചാലും അവനോട് പ്രതികാരം ചെയ്യും. ഇതാണ് ഈ അമ്മൂമ്മയുടെ മനസ്സിൽ നിന്ന് അത് അബോധാവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മദർ തെരേസയ്ക്ക് മനസ്സിലായി, ഇത് കഠിനമായൊരു ബന്ധനമാണ്. മദർ പിന്നെ ഉപദേശിക്കാൻ നിന്നില്ല. മദർ കുളിപ്പിച്ച് വെട്ടിപ്പാക്കിയ ഈ അമ്മൂമ്മയെ മദറിൻ്റെ മടിയിൽ കിടത്തി അതിൻ്റെ തലയിലേക്ക് കൈവച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കഠിനമായ കോപത്തിൻ്റെ ദുഷ്ടപിശാചി വിട്ടുപോകട്ടെ. ഈ ആയുസ്സിൽ ഏറ്റുവാങ്ങിയ പരിത്യക്താവസ്ഥയുടെയും നിന്ദനത്തിൻ്റെയും വെറുപ്പിൻ്റെ എല്ലാം കെട്ടുകൾ അഴിയട്ടെ, കോപം വിട്ടുപോകട്ടെ, കോപത്തിൻ്റെ അരുവി നീങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് കോപത്തിൻ്റെ ദുഷ്ടാത്മാവിനെ ശാസിക്കുകയും കോപത്തെ ബന്ധിക്കുകയും അതിൻ്റെ ആത്മാവിൽ കെട്ടിയിരുന്ന ബന്ധനങ്ങൾ അഴിച്ച് ആ അമ്മയെ വിടിവിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു.
കുറേ നേരം കഴിഞ്ഞ് മദർ തെരേസ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദർ തെരേസയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തായാലും ആ ക്രൂശിത രൂപത്തിന് ചവിട്ടിക്കിടന്ന് മദർ തെരേസ ഈ അമ്മൂമ്മയെ സ്വന്തം മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറേ നേരം കഴിഞ്ഞ് മദർ തെരേസ നോക്കുമ്പോൾ ഈ അമ്മൂമ്മയുടെ മുഖം പ്രസന്നമായിട്ടുണ്ട്. ഈ അമ്മൂമ്മ മനസ്സുകൊണ്ട് ഇങ്ങനെ പറയണതാണ്, പിറുപിറുപ്പ് വളരെ നേർത്ത സ്വരത്തിലെത്തിയിട്ടുണ്ട്. ആ പിറുപിറുപ്പ് ഇങ്ങനെയാണ് കേട്ടത്: സാരമില്ല, ഞാൻ അവനോട് ക്ഷമിക്കുന്നു, സാരമില്ല, അവനെൻ്റെ മകനാണ്, അവനെൻ്റെ മകനാണ്, അവനെൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ആ അമ്മൂമ്മ മരിച്ചു. മദർ തെരേസ അന്ന് മദർ തെരേസ ഡയറിയിൽ എഴുതിയിട്ടൊരു വചനമുണ്ട്. മദർ തെരേസ ഡയറിയിൽ അന്നത്തെ ഡേറ്റിൽ ഇങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത്: ഒരു വിശുദ്ധ എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു, ഞാൻ ധന്യായിരിക്കുന്നു. കോപം ഇല്ലാത്ത അവസ്ഥയാണ് വിശുദ്ധമായ അവസ്ഥ. മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ഒരു പ്രകൃതമാണ് ഇങ്ങോട്ട് ദ്രോഹിക്കുന്നവരോട് അങ്ങോട്ട് കോപിക്കുക, പ്രതീക്ഷിക്കുന്നത് പോലെ സംഭവിക്കാതെ വരുമ്പോൾ കോപം തോന്നുക, അരിശം തോന്നുക. അതൊരു പൈശാചിക പീഡയാണ്, അതൊരു നാരകീയ ദുരാത്മ സ്വാധീനമാണ്, അതൊരു ദുഷ്ടാത്മ പീഡയാണ്. അത് പരിശുദ്ധാത്മാവല്ല, അത് ദിവ്യമായ അവസ്ഥയല്ല, അത് ദൈവികമായൊരു അനുഭവമല്ല, അത് ദുഷ്ടമായ അവസ്ഥയാണ്, അത് ദുഷ്ടമായ അവസ്ഥയാണ്. അങ്ങനെ ഞാനും നിങ്ങൾ കോപിച്ചിരുന്ന നോക്ക്, ആ അമ്മൂമ്മയ്ക്ക് മരിക്കാൻ പോലും പറ്റാതെ അത് കൈയും കാലോട്ട് അടിച്ച് അതിൻ്റെ ചെവിയിലും വായിലെല്ലാം ഉറുമ്പ് കടിച്ചും അതിൻ്റെ കാല് എലികൾ കടിച്ചു പറിക്കുമ്പോഴും അത് മരിക്കാൻ പറ്റാതെ ജീവൻ വേർപെട്ട് പോകാതെ അത് പ്രാണവേദന സഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഠിനമായ കോപത്തിരിക്കുന്നവർ കഠിന ബന്ധനത്തിലാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തവണ്ണം അന്ധകാര കോട്ട വ്യാപരിച്ചിരിക്കുകയാണ്. അതാണ് യാക്കോബ് ശ്രീകൾ ലേഖനത്തിൽ 1:20 മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. യാക്കോബ് ശ്രീ എഴുതിയ ലേഖനത്തിൽ 1:20 മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. പ്രഭാഷകൻ 27:30 പറയുകയാണ്: കോപവും ക്രോധവും മ്ലേച്ഛമാണ്, അത് എപ്പോഴും ദുഷ്ടനിൽ നിന്ന് വരുന്നു. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 7:9 ക്ഷിപ്രകോപം അരുത്, കോപം ഭോഷൻ്റെ മടിയിൽ വിശ്രമിക്കുന്നു. അത് ദൈവാത്മാവിൻ്റെ മടിയിലല്ല, അത് ദുഷ്ടതയുടെ മനുഷ്യൻ്റെ മടിയിലാണ് കോപം വിശ്രമിക്കുന്നത്. കോപം അരുത്, ക്ഷിപ്രകോപം അരുത്, അത് മനുഷ്യൻ്റെ മടിയിൽ. ക്ഷിപ്രകോപമുള്ള മനുഷ്യൻ, അത് ഭോഷൻ്റെ മടിയിൽ കോപം വിശ്രമിക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 28:1 കോപത്തോടെ ഇരിക്കുന്നവൻ, പ്രതികാരം ചെയ്യാൻ വേണ്ടി കോപത്തോടെ ഇരിക്കുന്നവനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അവൻ്റെ തെറ്റുകൾക്ക് ക്ഷമയില്ല, അവൻ്റെ തെറ്റുകൾ ദൈവം പോലും ക്ഷമിക്കില്ല. അതാണ് പ്രഭാഷകൻ 28:1 പ്രതികാരം ചെയ്യുന്നവനോട്, കോപത്തോടെ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും, അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഒരുപാട് കാലങ്ങളായി കോപം അടിമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അരിശത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും കോപത്തിൻ്റെയും ശുണ്ഠി പ്രകൃതിയുടെയും ആധിപത്യങ്ങൾ ഈ ദൈവമക്കളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ദൈവനീതിയുടെ പ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ അന്ധകാര സ്വഭാവങ്ങളും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. ദിവ്യകാരുണ്യനാഥനായ ഈശോ, അവിടുന്ന് ഈ നിമിഷങ്ങളിൽ തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കുന്ന ദൈവമായി ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ 2 കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്താം. എത്ര ശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത കോപ സ്വഭാവം, എത്ര പരിശ്രമിച്ചിട്ടും വിട്ടുമാറാത്ത അരിശ പ്രകൃതി, ഓ ദൈവമേ, സൗഖ്യമില്ലാത്ത കോപ സ്വഭാവത്തിലേക്ക് വരണമേ. മോശപ്രവാചകൻ ഭൂമുഖത്തേക്ക് വെച്ച് ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയായി മാറിയല്ലോ. ഫ്രാൻസിസ് സാലസ് ക്ഷമയുടെ വിശുദ്ധനായി മാറിയല്ലോ. ഓ കർത്താവെ, അവിടെ നിന്ന് സ്പർശിച്ചാൽ കോപവും അരിശവും എടുത്തുചാട്ടവും ക്ഷിപ്രകോപമെല്ലാം വിട്ടുപോകും. ഓ ഈശോയെ സുഖപ്പെടുത്തണമേ. കണ്ണുനീരിൽ കുതിർന്ന കുടുംബങ്ങളെ സ്പർശിക്കണമേ കർത്താവെ. ഒരു വിധത്തിൽ രക്ഷയില്ലാത്ത വിധം തകർന്ന് നാശത്തിലേക്ക് അണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തണമേ കർത്താവെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, Maranatha. Come, Lord Jesus. എൻ്റെ പേര് ചാക്കോ. തളിപ്പറമ്പ് ഭാഗത്ത് പച്ചാണി ഇടവയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് സോറിയാസിൻ്റെ രോഗമായിരുന്നു, വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്പം മരുന്ന് കഴിച്ചാൽ പെട്ടെന്നൊന്ന് കുറയും, വീണ്ടും കൂടും, അങ്ങനെയായിരുന്നു. 2 മാസമൊക്കെ മരുന്ന്, ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് കുറയും, പിന്നെ കണ്ടമാനം കൂടി ദേഹമെല്ലാം പൊട്ടി വളരെ ഇതാവുമായിരുന്നു. ഇവിടെ വന്നപ്പം എനിക്ക് നടക്കത്തില്ലായിരുന്നു. കാലിൻ്റെ മുട്ടിന് താഴോട്ട് 2 കാലും വരഞ്ഞ് കണ്ടിച്ച് കീറിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമുണ്ട്. വരഞ്ഞ് കണ്ടിച്ച് കീറിയിരുന്നതെല്ലാം ഉണങ്ങി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നടക്കാനായി. കാല് അങ്ങനെ അനക്കത്തില്ലായിരുന്നു, വളരെ ഇതായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഉണങ്ങിയതാണ്. ഇതെല്ലാം ഉണങ്ങി, ഇവിടെ മാത്രമേ കുറച്ച് ഉണ്ട്. അതെ, ഹല്ലേലൂയ. അച്ഛൻ ആദ്യ ദിവസങ്ങളിൽ ഈ അപ്പച്ചനെ കണ്ട് പ്രാർത്ഥിച്ചതാണ്. ആ സമയങ്ങളിൽ ശരിക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ബാധിച്ച്, വ്രണം ബാധിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ദിവസങ്ങളിൽ കണ്ട് ഷെയർ ചെയ്ത് നിങ്ങൾ ഓർക്കണ്ടാവും. എന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അത്ഭുതകരമായിട്ട് ഇടപെട്ട് അങ്ങനെ വന്ന സമയത്ത് അച്ഛൻ, ഈ സഹോദരൻ അവിടെ നിൽക്കണം, ആ മൂലയ്ക്ക് നിൽക്കുമ്പോൾ സമയം അച്ഛൻ ഒന്ന് സംസാരിച്ചായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്നായിട്ട് നടക്കാൻ ഇപ്പോൾ വിണ്ടുകീറ അവസ്ഥകൾ മാറി ഉണങ്ങി, കുറച്ച് ഭാഗം മാത്രമേ ഉറങ്ങാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. 2 കരങ്ങളും ഉയർത്തി അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. കരങ്ങൾ കോർത്തു പിടിച്ച്, സൈന്യബലത്താലല്ല, കരങ്ങൾ കോർത്തു പിടിച്ച്, കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്.